ഒത്തിരി നെഗറ്റീവ് ന്യൂസുകൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്, പലരും കാണുന്നില്ല. അതൊന്ന് അനലൈസ് ചെയ്യാമെന്നാണ് ഉദ്ദേശം. അതായത് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ 2.0 നീതി ആയോഗിന്റെ ഒരു ഐഡിയയാണ്. അത് അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 16.72 lakh crores ഇന്ത്യയിലേക്ക് ഡെപ്റ്റ് ഇല്ലാതെ ഗവൺമെന്റ് പമ്പ് ചെയ്യാനായിട്ട് അവസരം ഒരുക്കുകയാണ്. അതായത് ഗവൺമെന്റിന്റെയും PSUവിന്റെയും കീഴിലുള്ള അൺയൂസ്ഡ് അസറ്റ്സ് അത് ഹയർ ചെയ്യാനായിട്ട്, എന്നിട്ട് അതിന്റെ പ്രോഫിറ്റ് എടുക്കാനായിട്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഓണർഷിപ്പ് ഗവൺമെന്റിനോ PSUവിനോ തന്നെ ആയിരിക്കും. പക്ഷേ ആ വരുന്ന ഏരിയകൾ, അതായത് ഹൈവേസ്, പവർ, പോർട്സ്, കോൾ മൈൻസ്, ഇതെല്ലാം കൂടി വലിയൊരു എമൗണ്ട് ആണ് വരുന്നത്. ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഏരിയയിൽ 2 to 2.7% പുഷ് ഉണ്ടാക്കാവുന്നതാണ് ഈ എമൗണ്ട്. ഇതുകൊണ്ട് നോമിനൽ GDP ഉൾപ്പെടെ പുഷാകും. അതായത് 2 to 2.7% റിയൽ GDPയും നോമിനൽ GDPയും പുഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഏണിംഗ് ഏകദേശം 5% ഉയരാം. ഇതിന്റെ മാത്രം കാരണങ്ങളുണ്ട്. ബാക്കിയത്തെ ജിയോ പൊളിറ്റിക്സിലേക്കല്ല ഞാൻ പോകുന്നത്. ഇതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ അഥവാ ക്യാപിറ്റൽ ഗുഡ് സെക്ടർ സ്റ്റോക്സിന് ഇത് ഗുണകരമാണ്. അത് തന്നെയല്ല, ഇത്രയും ക്യാഷ്, ഡെപ്റ്റ് ഇല്ലാത്ത ക്യാഷാണ് ഈ വരുന്നത്. അതുകൊണ്ട് ബാങ്കിങ് സെക്ടറും ഇതേ രീതിയിൽ അഡ്വാൻറ്റേജ് എടുക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു പേഴ്സണൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് മുമ്പ് സിബി രജിസ്റ്റേർഡ് അഡ്വൈസറുടെ സഹായം തേടണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.